ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ജ്വല്ലറി ഐറ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓണമൊക്കെ അല്ലേ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ടെറാക്കോട്ടയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് വുഡിലൊന്ന് ചെയ്ത് നോക്കിയാലോ. ഈ ഒരു വുഡൻ പീസ് എന്ന് പറഞ്ഞത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. ഒരുപാട് നാളായി, ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് വർക്കിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൂള് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഡ്രില്ല് ചെയ്യാൻ, ഹോൾ ഇടാനൊക്കെ ബെസ്റ്റാണ്. ചിരട്ടയിലൊക്കെ അത്യാവശ്യം കുറച്ചൊന്ന് സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫിസിക്കലി ഒരു ഒരിതുമില്ലാണ്ട് നമുക്ക് ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഓട്ട എന്നൊക്കെ പറയുന്നത് നമ്മളെ കണ്ണൂരുകാർ നാട്ടിൻപുറത്ത് പറയുന്ന ലാംഗ്വേജാണ് കേട്ടോ. ഇടയ്ക്ക് കയറി വരും ചിലപ്പോൾ, എന്നാലും ഒന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയൊക്കെയാണോ പാറ്റേൺ വേണ്ടത് അതിനനുസരിച്ച് ഹോൾ ഉണ്ടാക്കിയെടുത്തു. അതിന് ശേഷം ഇതുപോലെ ഒരു ഔട്ട്ലൈൻ പെൻസിൽ വെച്ച് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചിത്രം വരക്കാൻ അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിപ്പോൾ ഈ ഒരു വുഡൻ പീസ് തന്നെ ചെയ്യണമെന്നില്ല, ഒരു നിർബന്ധവും. നിങ്ങളുടെ കയ്യിൽ ക്ലേ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പരത്തിയെടുക്കുക, നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിലും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വലിയൊരു പെൻഡൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു കൃഷ്ണൻ്റെ തീമിൽ, അതായത് ഓണമൊക്കെ പറയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു തീമിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ആക്രിലിക് പെയിൻറ്റ് 32 ദിർഹംസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു പെയിൻറ്റിന് ഞാൻ ഇത്രയും മുടക്കിയത്. കുഴപ്പമില്ല, ഇപ്പോഴും നമ്മൾ കുറച്ചായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഒത്തിരി യൂസ് ചെയ്യാനും ഇഷ്ടമല്ല. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ്. ഇനിയിപ്പോൾ യൂസ് ചെയ്യാണ്ട് കട്ട പിടിച്ച് പോവാണോ ഉണ്ടാവുക എന്നറിയില്ല. എന്നാലും പൈസ പോവും, അറിയില്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്ലൂ കളറ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ ആക്കി എടുത്തിട്ടുണ്ട്, വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട്. അതിപ്പോൾ കൃഷ്ണൻ്റെ ഫേസ് അറിയാമല്ലോ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ. ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കളർ മിക്സിങ്, ആ ഒരു ടോണൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ വർക്കിന് നല്ലൊരു റിയലിസ്റ്റിക് ലുക്ക്, അതുപോലെ തന്നെ ആ ഒരു ഹൈലൈറ്റിങ്, ഡീറ്റെയിലിംഗ് ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഡാർക്ക്, അതായത് ഫേസിൻ്റെ ആ ഒരു എഡ്ജസ് ആയിട്ടുള്ള ഭാഗം, അറ്റത്ത് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് കളറാണ്. എന്നാൽ മൂക്കിൻ്റെ കവിളിൻ്റെ ഒക്കെ സൈഡ് കുറച്ച് ലൈറ്റ് കളറാണ്. എത്രത്തോളം നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്കാണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മളൊരു വൈറ്റ് കളർ വെച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഫേസിൻ്റെ കളറൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതുപോലെ വൈറ്റ് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ബ്ലെൻഡായി പോവാതെ മാക്സിമം നോക്കണം. പിന്നെ മരത്തിൻ്റെ ബേസ് ആയതുകൊണ്ട് തന്നെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ കളർ അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രെഡായി പോകുന്നില്ലൊരു പേടി വേണ്ട. പിന്നെ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ റെഡ് കളർ കൊടുത്തു. അതിൻ്റെ മുകളിൽ കിരീടം പോലത്തെ ആ ഒരു പോർഷനിൽ യെല്ലോ കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെവിൻ്റെ മുകളിൽ കൊടുത്ത കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കളർഫുള്ളായിട്ടൊന്ന് കൊടുത്തു. അപ്പോൾ കുറേ ഇതുപോലെ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളർഫുള്ളായിട്ടുള്ള പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈൻസൊക്കെയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത്. അതിൽ ഓറഞ്ച്, യെല്ലോ, അതുപോലെ തന്നെ ഗ്രീൻ ഒക്കെ പാറ്റേൺസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു പെൻഡൻ്റ് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഏത് ഡ്രസ്സിൻ്റെ കൂടെ, അതായത് നിങ്ങൾക്ക് സാരീൻ്റെ കൂടെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ കൂടെ, അങ്ങനെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ ഏതിൻ്റെയും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ജ്വല്ലറി സെറ്റ് മാച്ചായിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, ഇന്ന പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അടിപൊളിയായിട്ടുള്ളൊരു ജ്വല്ലറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് മാത്രമല്ല, അതുപോലെ ഒക്കേഷൻ പ്രകാരം എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഡ്രസ് കോഡിൻ്റെയും കൂടെ നിങ്ങൾക്ക് മാച്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ടീമായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും ഒരുപോലത്തെ മാലയും ജ്വല്ലറി സെറ്റ്, അതായത് ഇയറിങ്സ് ഒക്കെ ഇട്ടിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ക്ഷമിച്ച് ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. ക്ഷമയുണ്ടെങ്കിൽ നമ്മളെ റിസൾട്ടും അതുപോലെ തന്നെ നീറ്റായിരിക്കും. അപ്പോൾ മിഡിലായിട്ട് ഇതുപോലെ കുറച്ച് ഗ്രീനിൻ്റെ ഷെയ്ഡൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പം തന്നെ നല്ല അടിപൊളി, നല്ല കളർഫുള്ളായിട്ട് തന്നെ ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്ത് തോന്നുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇനി ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഫേസാണ് നമുക്കൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചുണ്ടൊക്കെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുരികവും വരച്ചെടുത്തു. ഏറ്റവും പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണിനൊക്കെ ഇതുപോലെ ഒരു വൈറ്റ് നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമേ അതിനൊരു ജീവൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ചുറ്റും ഇതുപോലെ നമ്മൾ കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു എക്സ്പ്രഷൻ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഔട്ട്ലൈനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊക്കെ ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്തെടുത്തു. എല്ലാം കൂടി വന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വർക്കിന് നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഫേസൊക്കെ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു.
നോർമലി ഇത്ര ചെറിയ ഒരു ബേസിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ഫേസൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് കിട്ടാറില്ലായിരുന്നു കേട്ടോ. കാരണം ഞാനധികം ഡ്രോയിങ് പഠിക്കാണ്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെയൊക്കെ പോരായ്മകൾ എൻ്റെ വർക്കിന് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു വർക്കിന് എനിക്ക് നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സംഭവം ഒന്നും കൂടി അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ബീഡ്സ്, അതുപോലെ തന്നെ ഗുങ്കുരു, അതൊക്കെ മണി പോലത്തെ സംഭവമൊക്കെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ആയപ്പോൾ തന്നെ വെറൈറ്റി ആയിട്ട് കിട്ടി. നമ്മൾ താഴെ ഓൾറെഡി കുറച്ച് ഹോൾസൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് മാല ജ്വല്ലറി സെറ്റിൽ നിന്ന് കുറച്ച് കമ്പിയും അതുപോലെ തന്നെ അതിലേക്ക് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണികളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു ബീഡ്സിൽ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട്, ഇതൊക്കെ വുഡൻ ബീഡ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതൊക്കെ ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു ചെറുത് ഹുക്ക് പോലെ കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ആ ഒരു മാലയുടെ താഴെ കൊടുത്തിട്ടുള്ള ഹോളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു കുറച്ച് ഹൈറ്റ്, അത് ലെങ്ത്തിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ. മിഡിലായിട്ട് വരുന്നത് കുറച്ച് ലെങ്ത്ത് കൂടുതൽ, പിന്നെ കുറച്ച് ലെങ്ത്ത് കുറവ്, അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ടില്ലേ? ഇനി നമുക്ക് ഇതിന് ത്രെഡ് ഉണ്ടാക്കിയെടുക്കണം. ത്രെഡ് നോർമൽ ബ്ലാക്ക് ത്രെഡിൽ നല്ല ഇതുപോലെ തന്നെ വുഡൻ ബീഡ്സ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കളർ കോമ്പിനേഷൻസ് നോക്കിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് പാറ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ഇത് മാച്ചായിട്ട് പോകും കേട്ടോ. അപ്പോൾ കുറച്ചധികം കട്ടിയുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്, കോട്ടൺ ടൈപ്പ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിനനുസരിച്ച് ഞാൻ ഒന്ന് ആദ്യം തന്നെ അതിൻ്റെ അറ്റം ഭാഗം 2 ത്രെഡൊക്കെ വരുമ്പോൾ അതൊന്ന് നമുക്കിങ്ങനെ കോർത്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കളർഫുള്ളായിട്ട്, അത് എന്താണോ നമ്മളവിടെ ചിത്രം വരക്കാൻ യൂസ് ചെയ്ത കളേഴ്സ്, ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു മാച്ച് പോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടൊന്ന് ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാറ്റേൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാം. എനിക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേണിലാണ് ഞാനിവിടെ കോർത്തെടുത്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്തു എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒത്തിരി നമ്മളിത് ഉരുക്കി കത്തിച്ച് കളയരുത്. ജസ്റ്റ് ഉരുക്കുക, ഒന്ന് ആ ഒരു കൈ വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സൂചി പോലെ വർക്ക് ചെയ്യും കേട്ടോ ആ ഒരു കാര്യം. അപ്പോൾ ഇതിന് നമുക്ക് മാച്ചായിട്ട് ഇയറിങ്സും കൂടി വേണം. ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ ഇയറിങ്സ് ഞാൻ സിമ്പിളാക്കുകയാണ് ചെയ്തത് കേട്ടോ. ജസ്റ്റ് ഒരു ഗുങ്കുരുവിൻ്റെ കൂടെ ഒരു ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു ഹുക്ക് ടൈപ്പ് കമ്മലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ എല്ലാം ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ടൊക്കെ നല്ല സ്റ്റഡ് പോലത്തെ ടൈപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കമ്മൽ, സിമ്പിളായിട്ടുള്ള കമ്മലാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. ഇനി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ലുക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഇതൊരു ട്രഡീഷണൽ സാരി, അതായത് ഒരു സെറ്റ് സാരീൻ്റെ കൂടെയാണ് ഇട്ട് നോക്കിയത്. ഭംഗിയായിട്ടുണ്ട്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനൊരു ബ്ലാക്ക് കളർ സാരിയാണ് ചൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ കളർഫുള്ളായിട്ടുള്ള ജ്വല്ലറി യൂസ് ചെയ്തപ്പോൾ തന്നെ ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ഫീൽ ചെയ്തു എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് സീ യു, ടേക്ക് കെയർ, ടാറ്റാ.